ഫലിക്കും. അത് ജാതകം ആരെക്കുറിച്ച് എഴുതുന്നോ അയാളും അയാളുടെ വീട്ടിലുള്ള എല്ലാവരും അത് വായിച്ചറിയും. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഈ ജാതകം വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഓരോന്നും നോക്കിയിരിക്കുക, ഓരോ ഘട്ടവും ഇങ്ങനെ കടന്നു വരുന്നത്. ആ ദോഷത്തെക്കുറിച്ചാണ് കൂടുതൽ മനുഷ്യൻ ഭയപ്പെടുന്നു എന്നതുകൊണ്ട് അതെപ്പോഴും ഓർക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും വീട്ടിലുള്ളവരെല്ലാവരും, ആ ജാതകക്കാരനുൾപ്പെടെ. അപ്പോൾ ഏകദേശം അറം പറ്റുക എന്ന് കേട്ടിട്ടില്ലേ? അറം പറ്റുക, അതായത് സ്വയം വിധിക്കുക, ദോഷം വിധിക്കുക. അതാണ് സംഭവിക്കുന്നത്. നല്ലത് വിധിക്കുന്നത് കുറവാണ്, ദോഷമാണ് വിധിക്കുന്നത്. ഭയം അതിനെ ആയതുകൊണ്ട് ദോഷം വിധിക്കുക, തന്നെത്താൻ വിധി കൽപ്പിക്കുക, അതാണ് അറം പറ്റൽ. അത് നമ്മുടെ മലയാളത്തിൽ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്, അറിയാം, എല്ലാവർക്കും അറിയാം. ഈ അറം പറ്റുക എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രജ്ഞന്മാർ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഓട്ടോ സജഷൻ എന്നതിന് പറയുന്നത്. ഓട്ടോ സജഷൻ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വളരെയധികമാണ്. ഓട്ടോ സജഷൻ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അത് എല്ലാ മനുഷ്യനെയും ബാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം ആകുന്നത് ഈ കാര്യത്തിലുള്ള ശ്രദ്ധ കൂടുതലാണ്, ഇതിലുള്ള വിശ്വാസമാണ്. പൂർവ്വന്മാർ മുഖേനയോ മറ്റാരെങ്കിലും അന്ധവിശ്വാസികൾ മുഖേനയോ നമ്മിൽ കടന്നുകൂടുന്ന വിശ്വാസങ്ങൾ, ശരിയായ അല്ലാത്ത വിശ്വാസങ്ങൾ, ആ കാരണം കൊണ്ട് നമ്മിൽ വന്നുകൂടുന്ന, നമ്മൾ തന്നെ നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ഏർപ്പാടായത്. അല്ലാതെ ഇത് ഗ്രഹങ്ങൾ ചെയ്യുന്നതല്ല. അതായത് അനേക ലക്ഷം കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ഒരു ഗ്രഹത്തിൽ നിന്നും ആ വീറ്റുകൾ ഇവിടെയുള്ള ഒരാളുടെ മുഴുവൻ സ്വാധീനിക്കുന്നു എന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റുകയില്ല. ചന്ദ്രനും സൂര്യനും കുറേ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതിലുള്ള ഈ വിശ്വാസം ഓട്ടോ സജഷനാണ് സംഭവിക്കുന്നത്, അറം പറ്റൽ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതായത് ഒരു കാരണവശാലും വീട്ടിലാരും ഇത് വായിക്കരുത്. അതായത് ഇത് എഴുതിപ്പിച്ചുകൊണ്ട് വന്നാൽ യാതക്കാരനും അറിയില്ലേ എന്ന് പറഞ്ഞാൽ ഇത് എഴുതിക്കല്ലേ. ഇത് എഴുതിക്കാതിരുന്നാൽ ഇതിൻ്റെ ഫലം ഒരു ദോഷവും വരികയില്ല. നന്മ വരണമെന്നുണ്ടെങ്കിൽ, വ്യാഴദേശം വരണമെന്നുണ്ടെങ്കിൽ നന്മ വരും എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മതി. ആ ഒരു നന്മ നമ്മൾ വളരെ ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളിലേക്ക് പ്രകൃതി ചൊരിഞ്ഞു തരും. അതാണ് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമായിട്ട് കാണുന്നത്. അല്ല ജാതകം എഴുതി അതും വെച്ചുകൊണ്ട് നമ്മളിലേക്ക് ക്ഷണിച്ചു വരുത്തുക, ഇല്ലാത്ത കുഴപ്പങ്ങളെല്ലാം ക്ഷണിച്ചു വരുത്തും. എൻ്റെ ഒരു സ്നേഹിതന് 70 വയസ്സുണ്ട്. ഇത് തുടങ്ങുക എന്ന് പറഞ്ഞു, ഈ രാഹുർ ദശ. അപ്പം ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ല, എന്തുകൊണ്ട് ആകെ അങ്ങ് തീരുമെന്നാണ് പുള്ളി പറയുന്നത്. ഇത് രാഹുർ ദശ തുടങ്ങി 6 മാസത്തിനുള്ളിൽ പുള്ളിക്ക് അസുഖമായി. ഇപ്പോഴും ചികിത്സയാണ്, സർവത്ര ചികിത്സ. പണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ വണ്ടി ഓടിക്കാനൊന്നും പറ്റിയില്ല. ഒരാളുടെ സപ്പോർട്ടില്ലാതെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ട്. അത് ഈ രാഹുർ ദശ വരുത്തി വെച്ച വിനയാണെന്നാണ് പുള്ളി വിശ്വസിക്കുന്നത്. പുള്ളി ആ ജാതകം വായിച്ചു, അത് മനസ്സിലാക്കി, പുള്ളിയുടെ ഭാര്യയെ വായിച്ചു മനസ്സിലാക്കി. അതാണ് പ്രശ്നം, അതേ ഉള്ളൂ പ്രശ്നം. അല്ലാതെ ഇത് ഒരു കാരണവശാലും ഇതിലൊക്കെ വിശ്വസിച്ച് ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മളെ തന്നെ കൊലക്കൊടുക്കുക ചെയ്യുന്നത്. ഇതൊന്ന് ഒഴിവാക്കാമെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഒരു ദോഷവും മനുഷ്യനില്ല. സ്വാഭാവികമായിട്ട് ജനിച്ച മനുഷ്യന് ദുഃഖവും സുഖവുമുണ്ട്. ഭഗവത്ഗീത പറയുന്നുണ്ട്, കർമ്മദോഷം എത്ര കൊല്ലം കഴിഞ്ഞാലും എത്ര തലമുറ കഴിഞ്ഞാലും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഒരിക്കലും കർമ്മദോഷം അനുഭവിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല എന്ന്. ഒരു പശുവിൻ്റെ രോമത്തോളം കൊല്ലം മുന്നോട്ട് പോയാൽ പോലും ഇത് അനുഭവിക്കാതെ പറ്റുകയില്ല എന്ന്. അങ്ങനെയാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പോൾ കർമ്മദോഷം ഉണ്ടല്ലോ, അത് അനുഭവിച്ചല്ലേ പറ്റൂ. നല്ല കർമ്മത്തിന് നല്ല ഗുണവും ദുഷിച്ച കർമ്മത്തിന് പാപദോഷങ്ങളും വരുമല്ലോ. അപ്പോൾ ഇത് ഒന്ന് സൂക്ഷിച്ചാൽ പോരെ. ഈ
ഈ ആവശ്യമില്ലാത്ത ഇത് നമ്മൾ അറിഞ്ഞിട്ട് എന്നാ സാധിക്കാനാ? അനുഭവിച്ചേ പറ്റൂ അനുഭവിക്കേണ്ടതൊക്കെ എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. കർമ്മദോഷം വിട്ടുമാറുകയില്ല, അനുഭവിച്ചേ പറ്റൂ. പിന്നെ എന്തിനാ ഈ യാദവ് എഴുതി എന്ത് സാധിക്കാനാ? യാദവ് എഴുതിയാൽ കർമ്മദോഷം മാറുമോ? ഇത് വലിയൊരു കുഴപ്പമാണ്. ഇത് ഈ ഹിന്ദു സമുദായത്തിൻ്റെ കൂട്ടത്തിലാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ കാണുന്നത്. മറ്റ് സമുദായങ്ങളും ഇത് എഴുതുന്നുണ്ട് രഹസ്യമായിട്ട്, അതേ ഉള്ളൂ. ഇത് വലിയ കുഴപ്പമുള്ള സംഗതിയാണ്. ഇന്ന് മുതൽ ഒരു പ്രതിജ്ഞ എടുത്തേ, ജാതകം ഒരു കാരണവശാലും എഴുതിക്കുകയില്ല. ഈ സമയം നോക്കി, മുഹൂർത്തം നോക്കി വിവാഹം നടത്തൽ. ശ്രീരാമൻ്റെ അനിയന്മാർ കല്യാണം കഴിച്ചു, ആരുടെ മുഹൂർത്തം നോക്കിയല്ല. മുഹൂർത്തം അവരുടെ ഇത് നോക്കിയില്ല. ചേർച്ച വിവാഹ പൊരുത്തമുണ്ടോ എന്ന് നോക്കിയല്ല, ജനിക്കുമ്പോൾ നോക്കും. കാരണം കാലനിർണ്ണയം ഇപ്പോഴും നമുക്ക് ആ ദശ ആ കാലം വെച്ചുകൊണ്ട് നമുക്ക് ഏത് കാലത്തായി നടന്നെന്ന് നമുക്ക് ഗണിച്ചെടുക്കാൻ പറ്റും ഒരു ജ്യോതിഷന്. അതുകൊണ്ടാണ് ഈ ആ രീതിയിലത് പ്രതിപാദിച്ചേക്കുന്നത്, ജനിക്കുമ്പം എടുക്കുന്നത്. വിവാഹത്തിന് ആവശ്യമില്ല. അതുപോലെ ശ്രീകൃഷ്ണൻ എത്ര കല്യാണം കഴിച്ചു? ഒന്നിലെങ്കിലും മുഹൂർത്തം നോക്കിയോ? നമ്മുടെ ദേവപുരുഷന്മാരാണല്ലോ ഇവർ രണ്ടുപേരും. അർജുനൻ എത്രയോ വിവാഹം കഴിച്ചു? ഇതിൻ്റെ പൊരുത്തം നോക്കിയോ സ്ത്രീയുടെ? ഇല്ല. പിന്നെ ഇവിടെ ഉള്ള നമ്മൾക്ക് മാത്രം ഈ മുഹൂർത്തം നോക്കി, അതായത് ഈ പൊരുത്തം നോക്കി, സ്ത്രീ പൊരുത്തം പുരുഷനുമായിട്ട് യോജിക്കുന്നതാണോ നോക്കി കല്യാണം കഴിക്കേണ്ട ആവശ്യം എന്താ? ആവശ്യമില്ലാതെ ചൊവ്വാദോഷവും ഒക്കെ പറഞ്ഞ് ഒരു ദോഷവും ഇല്ലാത്ത ഒരു കുഴപ്പവും ഇല്ല. എൻ്റെ സ്നേഹിതന് ഡിഗ്രിക്കാരനാണ്, പുള്ളി ഈ വീട്ടുകാർക്ക് കല്യാണം നടക്കാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു പെണ്ണ് അവരുടെ ബന്ധത്തിലുള്ള കല്യാണത്തിന് കണ്ടുമുട്ടി, ചോദിച്ചു കല്യാണം നടന്നോ, കാര്യങ്ങളെല്ലാം ചോദിച്ചു. അവൾ എമ്മേക്കാരിയാണ്, പക്ഷേ ചൊവ്വാദോഷമാണ്, നടക്കുകയില്ല, വീട്ടുകാർ സമ്മതിക്കുകയില്ല, അത് കുഴപ്പമാണെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണെന്ന്. ഇവൻ തന്നെ ഒരു പുതിയ ജാതകമൊക്കെ എഴുതി ഇവൻ്റെ അതിന് പൊരുത്തം യോജിക്കുന്ന രീതിയിൽ ഒരു ജാതകം എഴുതി ഉണ്ടാക്കി. അതായത് ചൊവ്വാദോഷം ഉള്ള ഒരാൾ, ആ പുരുഷനും സ്ത്രീക്കും ചൊവ്വാദോഷമായില്ലേ, അപ്പം റെഡിയായി. അപ്പം വീട്ടുകാരെല്ലാം സമ്മതിച്ചു നടത്തി. ഇപ്പം ഇപ്പം 2 പിള്ളേരുമുണ്ട്. ഒരുത്തൻ മൂത്ത SLC പഠിക്കുന്നു, അവർക്ക് ജോലിയും കിട്ടി വിവാഹം കഴിഞ്ഞ്. ഒരു കുഴപ്പമില്ല. തെറ്റായ ആവശ്യമില്ലാത്ത ജാതകം ആവശ്യമേ ഇല്ല, അത് ഒഴിവാക്കുക. അതായത് നമ്മൾ അറം പറ്റാതിരിക്കുക, അറം പറ്റുന്നൊരവസ്ഥയിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. ഓട്ടോ സജഷൻ മുഖേന നമ്മളുടെ ഭാവി വഷളാക്കാതിരിക്കുക, അത്രയും ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ.